വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഭാമയും പിന്നെ രാഘവൻ നായരും കൂടി ആ റിസപ്ഷനകത്തേക്ക് കയറുമ്പോൾ രോഹിത്തിനെ കാണുന്നുണ്ട്. അന്നേരം അതേ രോഹിത് എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ഡിസ്ചാർജ് ആയി, ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്യാമ എവിടെയെന്ന് ഇങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭാമ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. അന്നേരം അവൾ ഇതേ അവിടെ നിൽപ്പുണ്ട്, പരിചയമുള്ള ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരും രോഹിത്തും കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ അങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ ശ്യാമ ആ ധന്യ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം ഭാമ ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്, ആ ഗൈനക്കോളജി ഡോക്ടർ അല്ലേ എന്ന്. എന്നിട്ട് ഭാമ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ശ്യാമയും പിന്നെ ഡോക്ടറും ആണെങ്കിൽ സത്യഭാമയെ കാണുന്നുമില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചതെന്നും രണ്ടുപേരും രണ്ടിടത്താണ് എന്നുള്ളതൊക്കെ ഇതുവരെ സത്യാമ്മയ്ക്ക് അറിയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ ഇരട്ട കുട്ടികളാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രോഹിത്തിന് ഇപ്പോൾ അറിയാം എന്ന് പറയുകയാണ്. അന്നേരം ഇത്രയും ഒക്കെ പോയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ ഭാമ കേൾക്കുന്നുണ്ട് അത്. പക്ഷേ ഇരട്ട കുട്ടികളെന്നും അറിയില്ല എന്നുള്ളത് മാത്രമേ കേൾക്കുന്നുള്ളൂ. വ്യക്തമായിട്ട് സത്യഭാമയുടെ കേൾക്കുന്നില്ല. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല. അന്നേരം അത്രയും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ സത്യഭാമയെ കാണുകയാണ്. അന്നേരം ശ്യാമയും കാണുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്ക് റൗണ്ട്സിന് സമയമായി, പേഷ്യൻസിന് നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സത്യഭാമയ്ക്ക് മുഖം കൊടുക്കാതെ ഡോക്ടർ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഭാമ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ ആ ഒരു ഗൈനക്കോളജി ഡോക്ടറല്ലേ നിൻ്റെ പ്രസവം നോക്കിയെന്ന് പറയുമ്പോൾ ആ അതേ എന്ന് പറഞ്ഞിട്ട് ഭാമ അന്നത്തെ സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് ശ്യാമ പ്രസവിച്ചു എന്ന് പറഞ്ഞതൊക്കെ. അന്നേരം അവരെന്താ ഇരട്ട കുട്ടികളുടെ കാര്യം പറയുന്നു, അറിയത്തില്ലെന്നോ എന്തൊക്കെയോ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ശ്യാമ ആദ്യം ഒന്ന് അമ്പരക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ശ്യാമ സത്യഭാമയുടെ മുഖത്ത് നോക്കാതെയും കള്ളം പറയുകയാണ്. അത് ഡോക്ടറുടെ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞതാണ്, ഇരട്ട കുട്ടികളാണെന്ന്. നോക്കാൻ ആരുമില്ല എന്ന്. നോക്കാൻ ആളില്ലെങ്കിൽ എങ്ങനെയാ ഒരു കുഞ്ഞിനെ തന്നെ നോക്കാൻ പാട്, പിന്നെ ഇരട്ട കുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ സത്യഭാമ പകുതി വിശ്വസിക്കുന്നുള്ളൂ. എന്നിട്ട് ഭാമ പറയുന്നുണ്ട്, അല്ല ഡോക്ടർ എന്താ എന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ പോയത് എന്ന് പറയുമ്പോൾ അത് എന്നൊക്കെ ശ്യാമ പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുകയാണ്, ഇത് സത്യാമ്മ എന്നെ ഡിസ്ചാർജ് ആയി, ഇനി വന്ന് ഡ്രസ്സ് ചെയ്താൽ മതി, ഞാൻ അതിനു വേണ്ടി പോവുകയാണ്, സത്യാമ്മ ഇങ്ങോട്ട് വന്നാട്ടെ എന്നിങ്ങനെ ശ്യാമ വിളിക്കുകയാണ്. എന്നിട്ട് ശ്യാമ ഡോക്ടർ പോയ വഴിയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമ മനസ്സിൽ പറയുകയാണ്, എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അത് ഡോക്ടർക്കും അറിയാം എന്തൊക്കെയോ, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ ഭാമ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യാമ്മ എന്താ ആലോചിക്കുന്നത്, ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഒന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ എന്നാലും ഡോക്ടറെ കണ്ടില്ലല്ലോ, സംസാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നീടാകാം, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാം, അതേ അവരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്, വാ സത്യാമ്മയെന്നും പറഞ്ഞ് ശ്യാമ നിർബന്ധമായിട്ട് സത്യഭാമയെ പിടിച്ചുകൊണ്ട് അവരുടെ രോഹിത്തിൻ്റെ രാഘവൻ നായരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ സത്യഭാമ മനസ്സിൽ ഡോക്ടറെ കാണണം എന്തൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. ഇതേ സമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മയും ശാന്തയൊക്കെ ഉണ്ട്, ശങ്കരേട്ടനും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കാര്യമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനൂപാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ അനൂപിനെ കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മയെ നസീർ മരണപ്പെട്ടത് ഇവിടെ വെച്ചാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് അനൂപിനെ പിടിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം നീ എന്തൊക്കെയാണ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ എന്നെ നസീറിൻ്റെ വാപ്പയൊക്കെ എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു, നസീർ മരണപ്പെട്ടത് ഇവിടെ വെച്ചാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കയ്യബദ്ധം ശാരദാമ്മയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നോട് എന്ന് പറയുമ്പോൾ ശാരദാമ്മ വിട്ട് പറയുന്നില്ല. പക്ഷേ എടാ നീ എന്തൊക്കെയായി പറയുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വേഷമൊക്കെ കെട്ടിയാടിയത്, എന്ന് നീ നൂറിനെയും കൊണ്ട് ആ പെങ്കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നോ, അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അവർ പോലീസുകാർ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവരൊക്കെ ഓരോന്ന് ഊഹിച്ച് പറയുന്നതാണ് എന്ന്, എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ സമാധാനവും പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അന്ന് രാത്രി നസീർ ഇവിടെ വന്നിരുന്നു എന്നുള്ളതും പിന്നീട് നസീറിനെ കണ്ടിട്ടുമില്ല, ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയൊന്നും ഇല്ല, അവൻ കുഴപ്പക്കാരനാണ്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവന് സംഭവിച്ചിട്ടുണ്ടാവില്ല, ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം അവിടെ നിന്നേ പിന്നെ വിഷ്ണുവേട്ടനെ അവർക്ക് സംശയം ഉണ്ടെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനെ എന്തിനാണ് സംശയിക്കുന്നത്, ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അന്ന് നൂറിനെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് വിഷ്ണുവേട്ടൻ ഇവിടെ വന്നില്ലേ, അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ കയ്യബദ്ധമാണ് നസീറിൻ്റെ മരണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നെ തടഞ്ഞു വെച്ച് ഒരുപാട് അവരുടെ നസീറിൻ്റെ ഗുണ്ടകൾ ഒരുപാട് ഉപദ്രവിച്ചു, അപ്പോൾ വിഷ്ണുവേട്ടനെയും അവർ പൊക്കും, എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് തോന്നിയത്, വിഷ്ണുവേട്ടനോടൊന്ന് കരുതിയിരിക്കാൻ പറയണേ എന്നൊക്കെ ഇങ്ങനെ അനൂപ് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ ടെൻഷനാകുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ അനൂപിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരമാണെങ്കിൽ അങ്കിളാണ് ബാലമാമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അനൂപ് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര ഒരു തെറ്റും ചെയ്യാത്ത വിഷ്ണു ഇതിൽ ബലിയാടാവുമല്ലേ, എങ്ങനെയാണ് കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കുക എന്നും പറഞ്ഞ് ശാരദാമ്മ ആലോചിച്ച് നിൽക്കുന്നുണ്ട്.
തുടർന്ന് അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ശ്യാമ റൂമിൽ ബെഡിലിരിക്കുന്നുണ്ട്. പിന്നെ രാഘവൻ നായരും ഭാമയും ഒക്കെ അടുത്തിരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, വീട്ടിൽ പോയാലും അധികം ജോലിയൊന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ പപ്പിയുടെ കാര്യം അല്ലെങ്കിൽ നോക്കുന്ന അമ്മ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് അതിന് എന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അന്നേരവും സത്യഭാമ ചിന്തിക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. അവരെ വേറെ ഏതോ ഇരട്ട കുട്ടികളുടെ കാര്യമൊന്നുമല്ല, എന്തോ സംശയം, എന്തോ കാര്യമുണ്ട്, എന്നിൽ നിന്ന് ഇവളെന്തൊക്കെ മറയ്ക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ഭാമ ചിന്തിക്കുകയാണ്. അന്നേരം ശ്യാമ ശ്രദ്ധിച്ചിട്ട് എന്താ സത്യാമ്മ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അല്ല ബില്ലടയ്ക്കാൻ പോയി രോഹിത്തിനെ കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ്. രാഘവൻ നായർ പറയുന്നുണ്ട്, കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കി കണക്കെല്ലാം അങ്ങോട്ട് ശരിയാവണ്ടേ, നേഴ്സ് വന്നതും പോയതും നോക്കിയതും. പിന്നെ ഒരു ഗുണമുണ്ട്, നമ്മൾ കൊടുക്കുന്ന പൈസ അങ്ങോട്ട് പെട്ടിയിൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് നമ്മളെ പറഞ്ഞു വിടും, എങ്കിലല്ലേ ഇവർക്ക് അടുത്ത ആളെ പിന്നെ കയറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രോഹിത്ത് ബില്ലടച്ചിട്ട് വരുന്നുണ്ട്. അന്നേരം ബില്ലടച്ചു, നമുക്ക് പോകാൻ പോകുന്ന വഴിക്ക് അച്ഛനെ അമ്മയും വീട്ടിലാക്കാമെന്നിങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഭാമ പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട, നമുക്ക് വേറൊരിടത്ത് കൂടി പോകാനുണ്ടെന്ന് പറയുമ്പോൾ രാഘവൻ നായർ എവിടെയും ചോദിക്കുകയാണ്. മാലതിയുടെ വീട്ടിൽ നമുക്ക് അവിടെ കൂടെ കയറിയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അല്ല ഇറങ്ങുമ്പോൾ ഭാമ അതൊന്നും പറഞ്ഞില്ലല്ലോ എന്നല്ല. അന്നേരം ഇത്ര വേഗം ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ അറിഞ്ഞോ, ഇന്നത്തെ ദിവസം എന്തായാലും പോയി, നമുക്ക് അവിടെ കൂടെ കയറിയിട്ട് പോകാം, നമുക്ക് സാവധാനം പോകാം എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ സത്യഭാമയെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് അവരത് സമ്മതിക്കുകയാണ്. എന്നിൽ നിന്ന് അവരെന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്, സത്യങ്ങൾ അറിഞ്ഞിട്ടേ സത്യഭാമ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഭാമ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതിനുശേഷം രോഹിത്തും ശ്യാമയൊക്കെ പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ ഭാമയും കൂടി റിസപ്ഷൻ്റെ ഇടനാഴി കൂടി ഇങ്ങനെ നടക്കുകയാണ്. അന്നേരം അവരോട് എങ്ങ് പോയാൽ മതിയായിരുന്നു, നിനക്കിപ്പോൾ ആരെ കാണാനാ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യങ്ങൾ അറിയാനുണ്ടെന്ന് പറയുമ്പോൾ എന്തോ സത്യം ചോദിക്കുകയാണ്. അതിനൊരു തീർപ്പുണ്ടാകണം, ആ സത്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളൂ, പിന്നെ രാഘവേട്ടൻ ഒന്ന് അങ്ങോട്ട് ഇരുന്നേന്ന് പറയുകയാണ്. അന്നേരം എന്തോ ഭാമയും ചോദിക്കും, ഒന്ന് അങ്ങോട്ട് ഇരുന്നേ, ഞാൻ ആ ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് രാഘവൻ നായരെ പിടിച്ച് കസേരയിലേക്ക് അവിടെ ഇരുത്തിയിട്ട് ഭാമയാണെങ്കിൽ ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ഇത് എന്തുവാ സത്യം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രാഘവൻ നായർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ധന്യ ഡോക്ടറുടെ ക്യാബിനിലേക്ക് റൂമിനടുത്ത് ചെന്നിട്ട് ഡോക്ടർ അകത്തേക്ക് വരാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ ഡോക്ടറാണെങ്കിൽ ആകെ ഒന്ന് ചെറിയ ഒരു കൺഫ്യൂഷനിലാവുന്നുണ്ട്. എന്നിട്ട് വരണമെന്ന് പറയുകയാണ്. തുടർന്ന് ഇരിക്കണമെന്ന് പറയുമ്പോൾ ഇരിക്കുന്നുണ്ട്. എന്നെ മനസ്സിലായോ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ പേഷ്യൻറ്റിനെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ ഞാനങ്ങനെ മറക്കാറില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എളുപ്പമായി, എനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ അല്പം തിരക്കിലാണ്, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അകപ്പാടെ ഒരു വെപ്രാളമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഡോക്ടർക്കാണെങ്കിൽ. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, ഞാൻ ശ്യാമയെ കാണാനാണ് വന്നത്, പിന്നെ ശ്യാമയുടെ ചേച്ചി ശാലിനി പ്രസവിച്ച കുട്ടിയാണോ സത്യ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഭാമയുടെ മുഖത്ത് നോക്കുന്നില്ല, ഉത്തരം പറയാതെ ഇങ്ങനെ കൺഫ്യൂഷനിലായിട്ടിരിക്കുകയാണ്. അന്നേരം പറയും ഡോക്ടർ, പിന്നെ സത്യ ശാലിനിയുടെ കുട്ടിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് എന്തോ പറയാനായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരു നഴ്സ് ഓടിക്കൊണ്ട് വരുന്നുണ്ട്. ഏതോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻറ്റിന് പെട്ടെന്ന് ബ്ലീഡിങ് ആയി, പെട്ടെന്ന് വരണം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഡോക്ടറാണെങ്കിൽ ധന്യ ഡോക്ടർ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആ മാലതി ഡോക്ടറെ കൂടെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ധന്യ ഡോക്ടർ ഇറങ്ങുകയാണ്. എന്നിട്ട് സത്യഭാമയോട് പറയുന്നുണ്ട്, സോറി നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോവുകയാണ്. രക്ഷപ്പെടലെന്ന പോലെ തന്നെയാണ് ധന്യ ഡോക്ടർ പോകുന്നതും. അന്നേരം ഭാമ ഇങ്ങനെ ആകെ ഒരു ദേഷ്യത്തിലും കൺഫ്യൂഷനിലും ഒക്കെ ഇരിക്കുകയാണ്. പക്ഷേ ഭാമയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഈ ഇരട്ട കുട്ടികളെന്ന് പറഞ്ഞതും അറിയില്ല എന്ന് പറഞ്ഞതും ഒക്കെ. അന്നേരം ഇത് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ ഭാമ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ അന്നേരം അവിടെയും ധന്യ ഡോക്ടർ സത്യഭാമയോട് കാര്യങ്ങൾ പറയുന്നില്ല. പിന്നീട് വീട്ടിൽ ചെന്നിട്ടും ഭാമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഇതേ സമയം അവിടെ കളക്ടറുടെ ക്യാബിനിലാണെങ്കിൽ എ ഡി എം ആണെങ്കിൽ ഒരു ഫയലുമായിട്ട് വരുന്നുണ്ട്. മാഡം ഞാൻ ചോദിച്ച ഫയലാണ് എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം നോക്കിയതാണ്, സ്ത്രീ ശാക്തീകരണം അവരുടെ സുരക്ഷയൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണ്, അവർക്ക് തന്നെയാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്, ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ ജോൺ പറയുന്നുണ്ട്. അന്നേരം ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി പക്ഷേ ജോണിന് മുഖം കൊടുക്കുന്നില്ല. കസേര തിരിഞ്ഞ് അങ്ങോട്ട് മറു സൈഡിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അന്നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫയലാണെങ്കിൽ. അന്നേരം ഇന്നിരിക്കാനുള്ള സാമാന്യ ബോധം പോലും നീ കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ ജോണിങ്ങനെ മനസ്സിൽ കണക്കൂട്ടുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിടെ എന്തൊക്കെ ഫയലൊക്കെ എടുത്ത് വയ്ക്കുകയായിരുന്നു. എന്നിട്ട് വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്, ഫയൽ ഇവിടെ എത്തിയിട്ടുണ്ട്, ആ ഫയൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് മനസ്സിലാകുകയാണ്. അന്നേരം ജോണിന് മനസ്സിലാവുന്നില്ല വിഷ്ണുവിനെയാണ് വിളിക്കുന്നതെന്നുള്ളത്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ക്യാബിനിലേക്ക് വരികയാണ്. അന്നേരം ശാലിനി ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ നിൽക്കുന്നിടത്തേക്ക് ശാലിനി നോക്കുന്നില്ല.
അന്നേരമാണെങ്കിൽ ഇവൻ ഇതെന്ത് കാണിക്കാനുള്ള പുറപ്പാടാന്നിങ്ങനെ ജോൺ മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ജോൺ സാറേ, നമ്മൾ ആണുങ്ങളല്ലേ, പരസ്പരം ചീത്ത പറയുകയും തല്ലുപിടിക്കുകയും വഴക്ക് കൂടുകയും ഒക്കെ ചെയ്യും. പക്ഷെ അത് ഇവിടം കൊണ്ട് തീരണം. കുടുംബത്തിലിരിക്കുന്നവരുടെ ആയിട്ടൊക്കെ ഇടപെടുത്തിയാൽ എന്താ, അത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയോട് പറയുന്നുണ്ട്. ജോൺ പറയുകയാണ്, അല്ല മേഡം ഫയൽ അങ്ങ് നോക്കി തന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പോകാമായിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇത് ഞാൻ നോക്കി തുടങ്ങിയതേ ഉള്ളൂ, അല്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് മാറിക്കൊടുക്കുകയാണ്. ശാലിനി ഫയൽ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഇതൊക്കെ ശരിയായ കാര്യങ്ങളല്ലല്ലോ താനും. എന്നിട്ട് ജോണിൻ്റെ അടുത്തേക്ക് പതിയെ എന്നാണ് സംസാരിക്കുന്നത്. താനും തൻ്റെ ഭാര്യയും കൂടി പിന്നെ ഉള്ള റൂമിലുള്ള സ്വകാര്യ സംസാരിക്കുന്നതൊക്കെ ഞാനെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ തനിക്ക് എന്നോട് എന്ത് ദേഷ്യമുണ്ടാവും, എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജോണിങ്ങനെ മിണ്ടുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ആ ഒരു ദേഷ്യം എനിക്കുണ്ട്, സാറിനൊന്നും തോന്നരുത്, പിന്നെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ജോണിൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അടി കൊണ്ടാണെങ്കിൽ ജോൺ അങ്ങ് അപ്പുറത്തേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു എന്നെ പിടിച്ച് എണീക്കുമ്പോൾ മേഡം ഇത് കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനി മൈൻഡ് ചെയ്യുന്നില്ല. ജോണിനത് മനസ്സിലാവുന്നുണ്ട്, ശാലിനിയുടെ സമ്മതത്തോടു കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഈ ഒരു കാര്യം പുറത്തറിയിക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും, അതും കൂടി അറിഞ്ഞിട്ട് വേണം മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വയറിനെ നോക്കി ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ മുമ്പൊരിക്കലും എൻ്റെ ഇടിവളയുടെ കാര്യമാണെങ്കിൽ സാറിനെ ഓർമ്മിപ്പിച്ചതാണ്, പക്ഷേ ഇതുവരെ ഞാനത് ഊരിയിട്ടില്ല, എടുത്തിട്ടില്ല. അതിനൊന്നെ അടി തുടങ്ങുന്നതിന് മുമ്പ് വിഷ്ണു തൻ്റെ വാച്ചൂരി പോക്കറ്റിലേക്കൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഇത്രയും നേരമായിട്ട് ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വാളെ ഇങ്ങോട്ട് ഊരിയ വിരലുകൾക്കിടയിലാക്കിയിട്ട് പറയുകയാണ്, ഇനി ഇതുപോലുള്ള ചെറ്റത്തരമായിട്ട് നീ ഇറങ്ങുകയാണുണ്ടെങ്കിൽ നിൻ്റെ മൂക്കിടിച്ച് ഞാൻ പരത്തിക്കളയും, പിന്നെ കള്ളപ്പന്നി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിക്കാൻ ഓങ്ങുകയാണ്. അന്നേരം പിന്നെ ജോണിങ്ങനെ ഇടി കൊണ്ട പോലെ പുറകോട്ട് മാറുന്നുണ്ട്. റേഡിയം നായ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ എന്നിട്ട് ഷർട്ടൊക്കെ നേരെയായി കൊടുക്കുന്നുണ്ട്. അന്നേരവും ഈ ജോണാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ ഇനി മുന്നറിയിപ്പ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഇറങ്ങി പോവുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ ആ ഫയലൊക്കെ നോക്കി ക്ലോസ് ചെയ്തതിന് ശേഷം പറയുകയാണ്, ഇത് ഞാൻ നോക്കി, ഇതിൽ കറക്ഷനൊന്നുമില്ല, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫയലങ്ങ് കൊടുക്കുകയാണ്. തുടർന്ന് ജോണത് വാങ്ങുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഇതിന് ഞാൻ പകരം തന്നിരിക്കൂടി എന്നിങ്ങനെ മനസ്സിൽ കരുതുമ്പോൾ ഗെറ്റ് ഔട്ട് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരവും എടിയും ദേഷ്യത്തോടെ വയ്ക്കുന്നുണ്ട്. പക്ഷേ ശാലിനി മൈൻഡ് ചെയ്യുന്നില്ല. ശാലിനി ഇങ്ങനെ പേന കറക്കി കസേരയിൽ ഇരിക്കുന്നേ ഉള്ളൂ. ജോൺ കതവ് തുറന്ന് ഇറങ്ങി പോകാൻ ശേഷവും ശാലിനി നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ആ ഒരു സന്തോഷത്തിൽ ജോണിന് അടി കിട്ടിയ ആ വിഷ്ണു കൊടുത്തതൊക്കെ ശാലിനിക്ക് നന്നായിട്ട് ബോധിക്കുന്നുണ്ട്. അന്നേരവും പേന കറക്കി ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഫാമ എങ്ങനെ തിരികെ വീട്ടിൽ പോയതിന് ശേഷവും ആലോചിക്കും അവരെന്തൊക്കെ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്, ഞാനത് കണ്ടുപിടിക്കും എന്നുള്ളതും. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. വീണ്ടും ഇനി ഡോക്ടറിനായിട്ട് തന്നെ മുൻകൈയെടുത്ത് സത്യഭാമയോട് പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഭാമ ഉടനെ ഈ സത്യങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ഇവർ ഒരുമിച്ച് വീട്ടിലേക്ക് താമസമാകുന്നതൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ശാലിനിക്കൊരു ആപത്ത് സംഭവിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.